അമൃത, നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഡ്രൈവർ, ഈ സംഭവത്തിന്റെ ഡ്രൈവറായിട്ടുള്ള യദു മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത് അർത്ഥത്തിൽ? സംഭവം ഞാൻ പട്ടത്ത് വെച്ച് ആളിറക്കി വണ്ടി എടുക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തപ്പോൾ 2 കാർ പാസ് ചെയ്ത് പോയി. മൂന്നാമത്തെ കാർ ഇങ്ങനെ ഹോൺ അടിച്ച് പിടിച്ച് വരെയായിരുന്നു. ഞാൻ റൈറ്റ് എടുത്തുകൊണ്ട് കാറിന് പോകാൻ പറ്റിയില്ല. പിന്നെ താഴെ ഇറങ്ങിയതിന് ശേഷം ലെഫ്റ്റ് ഞാൻ ലെഫ്റ്റ് എടുത്ത് കൊടുത്തപ്പോൾ കാർ കയറി പോയിട്ട് ഒരു ആട്ടോ നടുക്കൂടെ പോയായിരുന്നു. അപ്പോൾ ആട്ടോയുടെ സൈഡിന് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പോവുകയാണ്. അതായത് ബസ് ഈ സൈഡിൽ കൂടെ പോകരുതെന്ന് തന്നെ. ഞാൻ കയറുമെന്ന് കാണുമ്പോഴത്തേക്ക് ബ്രേക്ക് കൂട്ടുന്നു, പിന്നെ എടുക്കുന്നു, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് താഴെ പ്ലാമൂട് സിഗ്നൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് താഴെ നല്ല വീതിയുണ്ട്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറി കാറിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് പോയപ്പോൾ പിന്നെ ഈ കാറ് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പ്ലാമൂട് ആ വൺ വേയിൽ ബാക്കിൽ നിന്ന് ഈ ഇടത് സൈഡിൽ തന്നെ ഹോണടി. എന്നിട്ട് അവിടെ നിന്ന് നേരെ പാളയം വരെ ഇത് ബാക്കിൽ നിന്ന് ഹോണടിയായിരുന്നു. ഞാൻ ആളെ നിർത്തി ഇറക്കുമ്പോൾ ബാക്കിൽ നിർത്തുന്നുണ്ട്, കയറി പോകുന്നില്ല. ഒതുക്കി നിർത്തിയിട്ട് കയറി പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ത് പാടെന്ന് വെച്ചിട്ട് ആലോചിച്ചുകൊണ്ട് നിന്ന് ഇപ്പോഴത്തേക്ക് നമ്മളെ ഹാബിലത്തിൻ്റെ അവിടെ സിഗ്നൽ റെഡ് ഓറഞ്ച് കത്തിയപ്പോൾ ഞാൻ കയറിപ്പോയില്ല. നിർത്തി റെഡ് കത്തി അങ്ങ് ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്കും അങ്ങ് ഇട്ട് നോക്കിയപ്പോൾ ഒരു കാറ് ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി നേരെ സീബ്ര ക്രോസിൽ നേരെ കുറുകെ ഇട്ടേക്കുന്നത്. ആ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ കുറുകെ എടുത്തിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ നേരെ ഇറങ്ങി ഒരു പയ്യെ ഇറങ്ങി ഒരു താടി വെച്ച് ഒരു വെളുത്തൊരു പയ്യെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? നിൻ്റെ അച്ഛൻ്റെ വകയാ റോഡ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ലല്ലോ റോഡ്. നിങ്ങളല്ലേ റോങ് ആയിട്ട് വണ്ടി ഇട്ടേക്കുന്നത്. ഒരു വണ്ടി പോകാൻ തടസ്സമായിട്ട് ഇത്രയും യാത്രക്കാരിയ്ക്കുകയല്ലേ, അവരെ കൊണ്ട് ഇറക്കാണ്ടല്ലേ, അത് സംസാരിക്കാനുണ്ട്. നീ വണ്ടി ഇങ്ങനെയാണോ ഓടിക്കുന്നത്? ഇങ്ങനെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. ഞാൻ പറഞ്ഞു നിങ്ങളാണ് റാഷ് ഡ്രൈവിങ്, നിങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നത്. ഞാൻ കറക്റ്റ് എൻ്റെ റോഡ് വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് അപ്പോൾ വേറൊരാൾ മുണ്ടെടുത്ത ഒരാൾ ഇറങ്ങി വന്നു പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട്, നിനക്ക് ഞാൻ ആരെന്നറിയാമോ? ഞാൻ പറഞ്ഞു ഇയാൾ ആരായാലും എനിക്കെന്ത്. സംഭവം MLA ആണെന്നുള്ള കാര്യം എനിക്കറിയുന്നില്ല. എല്ലാം പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് MLA ആണെന്ന് പറയുന്നത്. ഇയാൾ ആരാണെന്ന് പറഞ്ഞപ്പോൾ ചാടി ഒരു ലേഡി ഇറങ്ങി, ചുരിദാറും ടോപ്പ് ഇട്ട ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡി ഇറങ്ങി വന്നു. നീ എന്താടാ പറഞ്ഞേ? എന്താ എൻ്റെ ഹസ്ബൻഡാണ്, ഇത് MLA ആണ്, നിനക്കറിയാവോ? ഞാനാരെന്നറിയാവോ? ഞാൻ പറഞ്ഞു മാഡം ആരായാലും എനിക്കൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും വലിയ ആൾക്കാരായിരിക്കും, നമ്മുടെ ഭാഗത്ത് ക്ലിയറാണ്. ഞാൻ എന്തെങ്കിലും നീ എന്നെ മോശമായിട്ട് ഹാങ്ങിങ് കാണിച്ചു എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയാണ് മാഡത്തിന് ഹാങ്ങിങ് കാണിച്ചത്? ആ വീഡിയോയിലുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഞാൻ മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അവർ കയർത്ത് സംസാരിച്ച് എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചു. ആ വീഡിയോ ഒന്നും ഇല്ല, അതിനുശേഷം ആരോ വന്ന് വീഡിയോ എടുത്തതാണ്. കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ നിർബന്ധിച്ച് ഡോറൊക്കെ വലിച്ച് അവരാണ് തുറന്നിട്ടത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയില്ല. പോലീസ് വന്നല്ലാതെ ഞാൻ വണ്ടി എടുത്ത് മാറ്റിയില്ല. പോലീസ് വന്നപ്പോൾ സൈഡിലോട്ട് എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞു. പോലീസ് അപ്പോൾ തന്നെ എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട്. മെഡിക്കൽ എടുത്തു നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ ആ സമയം തൊട്ട് ആ കസാര ഇരുത്തി അവിടെ ഉപ്പിടും ഇവിടെ ഉപ്പിടുന്നു പറഞ്ഞ് അവിടെ എവിടെയൊക്കെ ഒപ്പിട്ട് കൊടുത്തു. പിന്നെ കേസെടുക്കുകയാണ്. എൻ്റെ 345 എന്തോ സെക്ഷൻ ചേർത്താണ് കേസ് A. അപ്പോൾ ഞാൻ അത് നെറ്റിലടിച്ചു നോക്കിയപ്പോൾ ഈ പെണ്ണുങ്ങളുടെ അടുത്ത് അപമര്യാദയെ പെരുമാറുക, എന്തോ ലൈംഗിക ചേഷ്ടകൾ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ കേട്ട് ഞാൻ അത് എന്താണ് സാറേ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒന്നി നീ മുഖ്യമന്ത്രിയായിരിക്കണം, അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രിയായിരിക്കണം, നീ അവരെക്കാട്ടി ഒരു പടി മുന്നിലായിരിക്കണം, അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ഇത് ഏതറ്റം വേണവരാണോ പോകും. ജോലി എൻ്റെ അത് പോയെന്നുള്ള ഉറപ്പായി, എനിക്ക് ഇനി ജോലി കിട്ടൂല എന്നുള്ള ഉറപ്പായി. അവരങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ജോലി നശിപ്പിച്ച് തരാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് അവരങ്ങനെ പ്രവർത്തിക്കാൻ കാര്യം. അത് ഈഗോ ക്ലാഷ് ആയിരിക്കും. സംഭവം മേയറായിട്ട് ബഹുമാനം കൊടുത്തില്ല എന്നുള്ള ഒരു ഇതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടല്ല മേയറാണായാലും. ഇല്ല അങ്ങനെയൊന്നും വാക്കുകൾ ഞാൻ മേയറല്ല എന്ന് അറിഞ്ഞിട്ടും വാക്കുകൾ സ്ത്രീകളെ അടുത്ത് അങ്ങനെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. അവർ സ്ത്രീയല്ലേ. എൻ്റെ അച്ഛനെ അദ്ദേഹം വിളിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛനാണോ, നിങ്ങളുടെ അച്ഛൻ്റെ റോഡല്ലല്ലോ എന്ന് ചോദിച്ചു. അത് അത്രേ പറഞ്ഞുകൊണ്ടല്ലോ. ഇതും പരാതി കൊടുത്തില്ലായിരുന്നു? ഞാൻ പരാതി അപ്പം തന്നെ കൊടുത്തു. പക്ഷെ അതിന് ഒരു നടപടി ഉണ്ടായില്ല. അവർ ആ പേപ്പർ എടുത്ത് മാറ്റിയിടുകയാണ് ചെയ്തത്. അതിന് സ്പീഡപ്പായിട്ട് ഓരോ പോലീസുകാർ വരുന്നു, എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താണ് കാര്യമെന്നോ ചോദിക്കുന്നു. അവരെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഞാൻ വിളിച്ച് സോറി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിയമ നടപടിയായിട്ട് നീ കോടതിയിൽ പോയി
നിന്റെ തീരുമാനങ്ങൾ പറഞ്ഞാൽ മതി, എനിക്ക് തെളിയിക്കാൻ പറ്റുന്നതൊക്കെ തെളിയിക്കുള്ളൂ. ഞാൻ പറഞ്ഞു ശരി. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാറുമാർ വന്ന് ഒപ്പിട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോയി, കുറേ പേപ്പറിലൊക്കെ അതും ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് പോയി. റെസിപ്റ്റ് തന്നില്ല. തരാൻ പറഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം വരാൻ പറഞ്ഞു. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പോവാതെയാണ്. ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ എന്നെ പിടിച്ച് പിന്നെ അകത്ത് പിടിച്ചിരുത്തുന്നെങ്കില. ജോലിക്ക് ഭീഷണി ഉണ്ടാവും, എന്തായാലും ഉറപ്പാണ്. ഇനി നാളെ 2:30 രാത്രി 2:30 കയറേണ്ട. തൃശ്ശൂർ ഞാൻ നിലമ്പൂർ വഴിക്കടവ് ഓടിയിട്ടുണ്ട്, കോഴിക്കോട് മിന്നൽ ഓടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഓടെ തൃശ്ശൂർ തന്നെ. എൻ്റെ ഷെഡ്യൂൾ ഇപ്പം ചേഞ്ചായി. ഞാൻ നിലമ്പൂർ വഴിക്കടവായിരുന്നു, ഞാൻ ചേഞ്ചായി. ലോങ് അത്രയും ഓടാൻ വയ്യാത്തതുകൊണ്ട് മോനും ഒറ്റയ്ക്കേ ഉള്ളൂ. മോനും ഞാനും അമ്മയും, വയസ്സായ അമ്മയും അച്ഛനും ഉള്ളൂ. മേയർ എൻ്റെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയത്. അവിടെ വെച്ച് ഡോറ് തുറന്ന ആ വീഡിയോയിലുണ്ട്, മോശമായിട്ടാണ് പെരുമാറി. അവരെ പവർ ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ. യാത്രക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? യാത്രക്കാര് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് 2-3 ആൾക്കാർ, ഒരാൾ ടിക്കറ്റൊക്കെ കണ്ടക്ടറിന്റെ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കൊടുത്ത് ഞാൻ എവിടെ വേണമെന്ന് പറയാം, കേസ് കൊടുക്കുന്നെങ്കിൽ അവർ വന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പയ്യൻ ഒരു യാത്രക്കാരൻ, ഷിഫ്റ്റിലെ ഡ്രൈവറോ കണ്ടക്ടറോ എന്തോ ആണ്, അവനെ കൊണ്ട് ഇവർ അടിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ബസ്സിൻ്റെ അകത്ത് കയറി അവനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത്, നിനക്ക് ഞാൻ ആരെന്ന് അറിഞ്ഞുകൂടാ, നീ അത് വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നിനക്കുള്ള പണി ഞാൻ തരും എന്ന് മേയർ വെളിയിൽ നിന്ന് പറയുന്നുണ്ട്. ഡിലീറ്റ് ചെയ്യുന്ന ആംഗ്യം കാണിക്കുന്നുണ്ടല്ലോ. ബസ്സിൻ്റെ അകത്ത് കയറിയത് MLA ആണ്. ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന തർക്കത്തിലാണ് KSRTC ഡ്രൈവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് RB സനൂപ് പങ്കുവച്ചത്.